സംസാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ പൊന്നോടൊക്കെ ഊതി നിൽക്കുന്ന പൊന്നുണ്ണികൃഷ്ണനായിട്ടാണ്. ആ പൊന്നുണ്ണികൃഷ്ണന്റെ തൃപ്പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഇന്ന് ഇവിടെ ആധ്യാത്മിക ഹാളിലെ നാരായണീയ സപ്താഹം പൂർണ്ണമാകുന്ന ദിവസമാണ്. അഗ്രേ പശ്യാമി ചൊല്ലി നിർത്തുന്ന ദിവസമാണ് ഇന്ന്. അഗ്രേ പശ്യാമി പോലെ തന്നെ, അതായത് വേണുഗാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണന്റെ രൂപത്തിനെ വർണ്ണിക്കുന്ന രീതിയിലാണ് നാരായണീയം അവസാനിക്കുന്നത്. അതേ രൂപത്തിലാണ് ഇന്നത്തെ ശ്രീലകത്തെ ഗുരുവായൂരപ്പന്റെ അലങ്കാരവും കാണാൻ സാധിക്കുക. എന്തായാലും ആ പൊന്നുണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവരും വിഷുക്കണി ഒരുക്കാനൊക്കെ തുടങ്ങി എന്ന് വിചാരിക്കുന്നു. വിഷുവിന്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലേ? എന്തായാലും ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും ഇനി വരുന്ന വർഷം വളരെ ശുഭകരമായി തീരട്ടെ. ഒരുപാട് നാമം ജപിക്കാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പനോട് ചേർന്നിരിക്കാൻ സാധിക്കട്ടെ. ഇന്ന് ഞാൻ സ്യമന്തകമണിയുടെ കഥയാട്ടോ പറയണത്. എന്നാൽ എത്ര പേരാ കഥ പറയണമെന്ന് പറഞ്ഞത്? കുറെ പേര് അറിയില്ല എന്ന് പറഞ്ഞു, കേട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാലും പറയണമെന്ന്. ചില ആളുകൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് തന്നെ കേട്ടിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ പറഞ്ഞോളൂന്ന്. അപ്പൊ എല്ലാവർക്കുമായിട്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ സന്തോഷത്തിനായിട്ട് വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് സ്യമന്തകമണിയുടെ കഥ പറയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ ആ കംസവധത്തിന് ശേഷം മധുരാപുരിയിലുള്ള യാദവന്മാരെ പല ദേശങ്ങളിലേക്കും ദിക്കും ദേശമൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം കംസന്റെ ക്രൂരത സഹിക്കാൻ വയ്യാതെ യാദവന്മാരെല്ലാം ചിന്നിച്ചിതറി പല ദേശത്തേക്ക് മാറിയിരുന്നു. എന്നാൽ എല്ലാ യാദവരെയും കൂടി ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവന്ന് ഒറ്റ കുടക്കീഴിലാക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ മധുരയിൽ താമസിക്കുന്ന സമയത്ത് ജരാസന്ധന്റെ ആക്രമണം മൂലം ആ മധുര വിട്ട് ദ്വാരക നിർമ്മിച്ച് ഒറ്റ രാത്രി കൊണ്ട് ദ്വാരകയിലേക്ക് ആ ഒരു പുതിയ യാദവ സമൂഹത്തിനെ പറിച്ചു നട്ട ആ ഒരു കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ഒരു യാദവൻ ഉണ്ടായിരുന്നു. സത്രാജിത്ത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഈ സത്രാജിത്തിന് എന്താന്ന് വെച്ചാൽ തന്നെ ആരും വേണ്ട വിധം ബഹുമാനിക്കുന്നില്ല, പരിഗണിക്കണില്ല എന്നൊക്കെ ഒരു തോന്നല്. ഇത് മാത്രല്ല കേട്ടോ, ഇവിടം കൊണ്ടും അദ്ദേഹത്തിന്റെ തോന്നൽ അവസാനിച്ചില്ല. ഇദ്ദേഹത്തിന് ഒരു തോന്നല്, വേണ്ടത്ര ധനസ്ഥിതി എനിക്കില്ലാഞ്ഞിട്ടാണ് എന്നെ ആരും കണ്ടാൽ മൈൻഡ് ചെയ്യാത്തതെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു തോന്നൽ ഉണ്ടായിരുന്നത്. എനിക്ക് ഒരു ഇത്രയും കൂടി പണവും പ്രതാപവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും എന്നെ കണ്ടാൽ എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കായിരുന്നു, അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കായിരുന്നു. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ സ്വയം ഓരോ ചിന്തകളാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നി ഇങ്ങനെ ആയാൽ പറ്റില്ല, ഞാനൊരു ധനവാനായി മാറണം. അതിനിപ്പോ എന്താ ചെയ്യുക, കൊള്ളടിക്കാൻ പോകാനൊന്നും പറ്റില്ലല്ലോ. അദ്ദേഹം നല്ല രീതിയിൽ ചിന്തിച്ചു. അദ്ദേഹം തപസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കണേ, നമ്മുടെ തൊട്ടടുത്ത് ശ്രീ ഗുരുവായൂരപ്പൻ വന്ന് നിൽക്കുമ്പോൾ ഗുരുവായൂരപ്പനേക്കാൾ വലിയ ശക്തിനെ അന്വേഷിച്ചു പോകുന്ന ഈ കസ്തൂരിമാന്റെ കഥ പറഞ്ഞ പോലെ ആയിട്ടോ അദ്ദേഹത്തിന്റെ കാര്യം. എന്തായാലും അദ്ദേഹം സൂര്യദേവനെ തപസ് അനുഷ്ഠിച്ചു. അനേകം കാലത്തെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം സൂര്യ ഭഗവാൻ അദ്ദേഹത്തിനോട് വന്ന് ചോദിച്ചു, അങ്ങ് എന്തിനാണ് എന്നെ തപസ് ചെയ്യുന്നത്? ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെയുള്ളപ്പോൾ എന്തിനാണ് എന്നെ തപസ് ചെയ്യണതെന്ന് തന്നെയാണ് സൂര്യ ഭഗവാൻ ചോദിച്ചത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരുപാട് ധനം ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്, അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കണേന്ന്. അങ്ങനെ സൂര്യഭഗവാൻ സ്യമന്തകം എന്ന പേരായ ഒരു രത്നം അദ്ദേഹത്തിന് സമ്മാനിച്ചു. മണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിലുങ്ങണ മണിയാണല്ലേ, നിം നടിക്കുന്ന മണീനെയാണല്ലേ ഓർമ്മ വരിക? അങ്ങനെയല്ല കേട്ടോ, ഒരു സ്യമന്തക രത്നം അദ്ദേഹത്തിന് സമ്മാനിച്ചു. ആ സ്യമന്തക മണി അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയ സമയത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിട്ട് വേണ്ട വിധം പൂജ ചെയ്തോളൂ. ഇത് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ 8 ഭാരം സ്വർണം ഉണ്ടാവുന്നത്. ഈ 8 ഭാരത്തിന്റെ കണക്ക് എന്താന്ന് ആചാര്യം പറയാറുണ്ട്. 8 ഭാരത്തിന്റെ കണക്ക് എന്താന്ന് ചോദിച്ചാൽ നിശ്ചല്യ, എന്തായാലും 8 ഭാരം കനകം ഉണ്ടാകും ഇത് കൊണ്ടുപോയി വെച്ചാൽ എന്നാണ് സൂര്യഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോ ഇവർക്ക് വലിയ സന്തോഷമായി. അതായത് ഈ സത്രാജിത്തിന് വലിയ സന്തോഷമായി. സത്രാജിത്ത് അത് തന്റെ ഗൃഹത്തിൽ കൊണ്ടുവച്ച് ആ സ്യമന്തകമണിയെ പൂജ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് നല്ലോണം ധനം വരാൻ തുടങ്ങി. 8 ഭാരം, ഇന്നത്തെ കണക്കിൽ 8 ഗ്രാമാണെങ്കിൽ ഒരു പവനായില്ലേ. അങ്ങനെയാണെങ്കിൽ തന്നെ എത്ര ലക്ഷം രൂപയായില്ലേ? 1-2 ദിവസം കൊണ്ട് 2 ലക്ഷം 3 ലക്ഷം അങ്ങനെ കോടീശ്വരനാവാൻ അദ്ദേഹത്തിന് അധികം ദിവസവും ഒന്നും വേണ്ടി വന്നില്ല. എന്തായാലും അദ്ദേഹം ഇത്രയും ധനം പെട്ടെന്ന് വന്നപ്പോ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഒരു സൂര്യക്ഷേത്രം പണി കഴിപ്പിച്ചു. അതില്
ഈ സ്യമന്തകമണിയും കൊണ്ട് വെച്ചു, വേണ്ട വിധത്തിൽ ആരാധിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ആ നാട്ടില്, അതായത് ദ്വാരകയിൽ എല്ലാവരും അറിഞ്ഞു സത്രാജിത്തിന് ഇങ്ങനെ തപസ് ചെയ്ത് മണിയൊക്കെ കിട്ടിയിട്ടുണ്ട്, സത്രാജിത്ത് വലിയ കോടീശ്വരനായി, സത്രാജിത്ത് വലിയ പണക്കാരനാണ് എന്നൊക്കെയുള്ള ആ ഒരു ശ്രുതി അവിടെ എല്ലായിടത്തും പരന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു ദിവസം ദ്വാരകയിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൊട്ടാരത്തിന്റെ മുന്നിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഭഗവാൻ പറഞ്ഞു, സത്രാജിത്തെ കുറെ കാലമായല്ലോ, ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ലാലോ എന്ന് പറഞ്ഞു കേട്ടോ. ഇത് കേട്ട സമയത്ത് സത്രാജിത്തിനും തോന്നി, കണ്ടില്ലേ, പണ്ട് പൈസയൊന്നും ഇല്ലാതിരുന്ന സമയത്ത്, ഞാനൊരു ദരിദ്രനായിരുന്ന സമയത്ത് എന്നെ കണ്ടാൽ ആർക്കും മൈൻഡ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നതാ എന്നെ കണ്ടപ്പോൾ കണ്ടില്ലേ, എന്നെതാ വിളിച്ച് ആനയിച്ച് അകത്തേക്കൊക്കെ കൊണ്ടുപോവാണെന്ന്. അങ്ങനെ ഗമയിലൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ നടന്ന സമയത്ത് ഭഗവാൻ ചോദിച്ചു, സത്രാജിത്തിന് ഒരു മണി കിട്ടിയിട്ടുണ്ടെന്നും സൂര്യഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്നൊക്കെ അറിയാൻ സാധിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ അതെ, എനിക്കൊരു മണിയൊക്കെ കിട്ടിയിട്ടുണ്ട്, സ്യമന്തകം എന്നാണ് പേര്. ആ മണിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാനിങ്ങനെ ധനവാനായി മാറിയതെന്ന്. ഭഗവാൻ ഒരു മടിയും കൂടാതെ ചോദിച്ചു അത്രേ, ആ മണി എനിക്കൊന്ന് തരാൻ സാധിക്കുമോ എന്ന്. അപ്പോ ആചാര്യൻ പറയണ്ട കേട്ടോ, എന്തിനു വേണ്ടിയിട്ടാണോ ഭഗവാൻ അങ്ങനെ ചോദിച്ചതെന്ന്. ആ മണി എനിക്ക് തരൂന്ന് ഭഗവാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, സത്രാജിത്ത് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താന്ന് ഭഗവാൻ ഊഹിച്ചു. എന്താ പറയാ, അയ്യോ ഭഗവാനെ, അല്ലെങ്കിൽ അയ്യോ ശ്രീകൃഷ്ണ, ഇതൊഴിച്ച് വേറെന്ത് വേണമെങ്കിലും അങ്ങ് ചോദിച്ചോളൂ എന്നെങ്ങാനും പറഞ്ഞാൽ അങ്ങയുടെ കൊട്ടാരത്തിലുള്ള ആ കന്യകാരത്നത്തിനെ എനിക്ക് ഇങ്ങോട്ട് തന്നോളൂ എന്ന് പറയാന്ന് കരുതിയിട്ടാണോ ഭഗവാൻ ഇങ്ങനെ ചോദിച്ചതെന്നാണ് ആചാര്യൻ പറയാറുള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും ഭഗവാൻ ചോദിച്ചപ്പോ സത്രാജിത്ത് പക്ഷെ പറഞ്ഞത് അങ്ങനെയല്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, അങ്ങനെ എങ്ങനെയാ തരിക, എന്താ തന്നാൽ കുഴപ്പം, അതിപ്പോ എൻ്റെ അനിയനും കൂടി അവകാശപ്പെട്ടതാണ് ഈ മണി, എനിക്ക് മാത്രമല്ല എൻ്റെ അനിയനും കൂടി അവകാശമുണ്ട് ഈ സ്യമന്തകമണിയില്. ഞങ്ങൾ രണ്ടുപേരും കൂടി, അല്ല സത്രാജിത്തിനല്ലേ അനുഗ്രഹം കിട്ടി, അല്ല ഞങ്ങൾ രണ്ടുപേരും കൂടിയ സൂര്യദേവനെ പ്രാർത്ഥിച്ചത്, അപ്പൊ എനിക്ക് അനിയനോട് ചോദിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എന്നാ ശരി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഭഗവാൻ അത് വിട്ടു. ആ സമയത്ത് നേരെ വന്ന് സത്രാജിത്ത് പറഞ്ഞു, ഇനിയിപ്പൊ അനിയൻ പ്രസേനൻ എന്ന അദ്ദേഹത്തിന്റെ പേര്, പ്രസേനൻ ഇത് മാറ്റി പറയരുതല്ലോ. അപ്പൊ പറഞ്ഞു, ദ്വാരകാധീശൻ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹം എന്നോട് ചോദിച്ചു ഈ സ്യമന്തകം തരാൻ പറ്റുമോ. ഞാൻ ഉടനെ പറഞ്ഞു കേട്ടോ, ഇതിൽ കുറച്ച് അവകാശം അങ്ങേക്കും ഉണ്ട്, നമ്മൾ രണ്ടുപേരും കൂടി പ്രയത്നിച്ചിട്ടാ ഇത് കിട്ടിയത് എന്ന്. പ്രസേനന് എന്തെന്നില്ലാത്ത സന്തോഷമായി, ഒരു മെനക്കെടും ഇല്ലാണ്ടേ ഇത്രയും വലിയ മണി എനിക്ക് കിട്ടിയല്ലോ, എന്റെയും കൂടി അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി, ഏട്ടന് കിട്ടുന്ന അതേ ബഹുമാനമൊന്നും ഇപ്പൊ എനിക്ക് കിട്ടണമൊന്നുമില്ല കേട്ടോ, ഇതിപ്പോ എന്റെയും കൂടി അവകാശത്തിലാണെന്ന് പറഞ്ഞാൽ എനിക്കും ഈ ഏട്ടനെ പോലെ കുറച്ച് ബഹുമാനമൊക്കെ കിട്ടൂലോ. അപ്പൊ ഇത് എന്റെയും കൂടിയാണെന്ന് അറിയിക്കാൻ ഞാനിപ്പോ എന്താ ചെയ്യാ, അങ്ങോട്ട് കയറി പറയാൻ പറ്റില്ലല്ലോ സ്യമന്തകമണി എന്റെയും കൂടിയാണെന്ന്. അതിന് അദ്ദേഹം ഒരു മാർഗം കണ്ടു. എന്താ കണ്ടത്, ആ സ്യമന്തകം എടുത്ത് കഴുത്തിൽ കെട്ടി തൂക്കി. ഈ കഴുത്തിൽ കെട്ടി തൂക്കി ഒരു ലോക്കറ്റ് പോലെ അതൊക്കെ കൊണ്ട് നടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രകാശം, അതിൻ്റെ ഒരു തിളക്കം അത് കാണുമ്പോൾ പ്രസേനനോട് ആളുകൾ ചോദിക്കൂലോ, എന്താ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കണത്, ഇത് ഏതാ രത്നം, ഈ രത്നത്തിന്റെ വകഭേദം എന്താ, ഇതിന്റെ പേരെന്താ എന്നൊക്കെ ചോദിക്കൂലോ. അപ്പൊ പറയാലോ, ഇത് സൂര്യഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കും എൻ്റെ ഏട്ടനും കൂടി കിട്ടിയതാണ് എന്നൊക്കെ പറയാലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം ഇത് കഴുത്തിലിട്ട് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്, ഇന്നത്തെ ദിവസം ഞാൻ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാട്ടിലേക്ക് പോകണം എന്നാണ്, നായാട്ടിനെ കാട്ടിൽ പോകണം എന്നാണ് ഞാൻ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിലൊന്നും മാറ്റം വരുത്തണ്ടെന്ന് കരുതി അദ്ദേഹം പോയി. അദ്ദേഹത്തിന് നായാട്ടിലെ വല്ല പരിചയം ഉണ്ടോ, പരിചയസമ്പന്ന അതൊന്നുമല്ല. ഈ ധനസ്ഥിതിയുള്ള ആളുകള് എന്തൊക്കെയാണോ ചെയ്യുക അത് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യൂലോ. ഈ അല്പനർത്ഥം കിട്ടിയാൽ എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് ധനം കൈവരിച്ച ആൾക്കാരെ അങ്ങനെയും ചെയ്യൂലോ. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇദ്ദേഹം നായാട്ടിനായിട്ട് കാട്ടിലേക്ക് പോയി. അദ്ദേഹം നായാട്ടിനായിട്ട് കാട്ടിൽ പോയി. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു, കാണാനില്ല. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു, കാണാനില്ല. ആ സമയത്ത് ഈ സ്യമന്തകമണിയും കൊണ്ടിട്ടാണല്ലോ പോയത്. സത്രാജിത്തിനാണെങ്കിൽ ആകെ പരിഭ്രമം, അതിങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണല്ലോ. പ്രസേനനെയാണെങ്കിൽ പോയിട്ട് കാണാനുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അത്രേ, ഞാനേ എൻ്റെ അനിയൻ എങ്ങടാ പോയേന്ന് ശല്യ പ്രസേനൻ, ആ മണിയൊക്കെ കൊണ്ടിട്ടാ പോയിരിക്കണേ. എന്നോടാണെങ്കിൽ കൃഷ്ണൻ 2 ദിവസം മുമ്പ് ചോദിച്ചതാ ആ സ്യമന്തകമണി തരുമോന്ന്. ഇത്രേ അദ്ദേഹം പറഞ്ഞുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ആളുകൾ ഏറ്റെടുത്ത് പറഞ്ഞു. ഇന്നും അങ്ങനെയാണ് കേട്ടോ. ഒരു ചീത്തപ്പേര് വരാൻ നിമിഷങ്ങൾ മതിയെന്നാ. അതിപ്പോ ചെയ്തിട്ടുണ്ടാവണമെന്നൊന്നുമില്ല. ഞാനൊക്കെ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഞാൻ നന്നായി പഠിച്ചു, എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അന്ന് ആരും കണ്ടില്ല. ഞാൻ ഡാൻസിൽ ഫസ്റ്റായി, അന്ന് ആരും കണ്ടില്ല. ഞാൻ പാട്ടിൽ ഫസ്റ്റായി, അന്ന് ആരും കണ്ടില്ല. ഞാനൊരു ആൺകുട്ടിയുടെ കൂടെ 2 അടി നടന്നു, അപ്പൊ എല്ലാവരും കണ്ടു എന്ന്. അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നില്ലേ, ഒരു ഫോർവേഡ് മെസ്സേജ്.
ഇതേമാതിരിയായിരുന്നു അന്നത്തെ കാലത്ത്. ഇതിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ഈ സ്യമന്തകമണി ഭഗവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രസേനനെയും സ്യമന്തകവും കൂടി കാണാനില്ല എന്നായി അവിടുത്തെ വാർത്ത. പ്രസേനന് എന്തെങ്കിലും അപായം പറ്റിയിട്ടുണ്ടാവും. സ്യമന്തകത്തിന്റെ പിന്നിൽ എന്തായാലും കൃഷ്ണന്റെ എന്തെങ്കിലും കൈയുണ്ടാവും. കൃഷ്ണൻ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പണ്ടും അങ്ങനെയാന്ന് കേട്ടിട്ടുണ്ടേ. വൃന്ദാവനത്തിലെ ഗോപികമാരോട് ചോദിക്കലും പറയലും ഒന്നുമില്ല, എല്ലാം എടുക്കലാണ് അത്രേ പതിവ്. ഈ കള്ളൻ എന്നുള്ള ഒരു പേര് വെറുതെ ഒന്നല്ല കേട്ടോ വന്നത്. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയ ആൾക്കാര്. ഭഗവാനാണെങ്കിലോ മൗനമായിട്ടിരുന്നു. ബലരാമന് കേട്ടപ്പോൾ ദേഷ്യം വന്നു കേട്ടോ. ബലരാമൻ ഒരു നിമിഷം വിചാരിച്ചു, ഇനിയിപ്പൊ കൃഷ്ണന്റെ കൈ ഇതിന്റെ പിന്നിൽ എവിടെയെങ്കിലും ഉണ്ടോ. അതായത് സ്യമന്തകം കട്ടുമെന്നൊന്നുമല്ല ബലരാമസ്വാമി ആലോചിച്ചത്. എന്തെങ്കിലും ഒരു എന്താ പറയാ പ്ലാൻ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആസൂത്രണം ചെയ്യലിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ഒരു എന്താ പറയാ മണി വരലും മണി കാണാതാവലും ഒക്കെ ഉണ്ടായത് എന്നൊരു സംശയം ബലരാമസ്വാമിക്ക്. കാരണം ഈ കന്യകാരത്നം സത്യഭാമയാണ്, അതായത് സത്രാജിത്തിന്റെ മകൾ സത്യഭാമ. ആ സത്യഭാമയോട് ഒരു ചെറിയ ഇഷ്ടം നമ്മുടെ ഉണ്ണികൃഷ്ണനുണ്ട് എന്നുള്ളത് ബലരാമസ്വാമിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇനി ആ ബലരാമസ്വാമി വിചാരിക്കുന്നത് എന്താ, സത്യഭാമയായിട്ടുള്ള വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് ഈ മണിയും അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ. എന്താണ് ഭഗവാൻ മൗനം പാലിക്കുന്നത് എന്ന് മനസ്സിലാവണില്ല. കണ്ണൻ എന്താ മൗനം പാലിക്കണേന്നായി ബലരാമസ്വാമിയുടെ ചിന്ത. ബലരാമസ്വാമി എന്ത് ചെയ്തു, ദ്വാരക വിട്ട് പോകാൻ തീരുമാനിച്ചു. കുറച്ചു കാലത്തേക്ക് ഞാൻ മാറി നിൽക്കാൻ പോവാണ്. കാരണം അദ്ദേഹത്തിന് ഇതൊന്നും സഹിക്കാനുള്ള ആ ഒരു ഒരു എന്താ പറയാ ആ ഒരു ഇതില്ല. എൻ്റെ കൃഷ്ണനെ കുറിച്ച് ആരും ഒന്നും പറയരുത്, അതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇതിങ്ങനെ പടരാൻ തുടങ്ങിയ സമയത്ത് ഇത് പറഞ്ഞ് ഭഗവാന്റെ ചെവിയിലും എത്തി. അപ്പോ ഉദ്ധവര് അടങ്ങുന്ന ആ രാജ്യസഭയിലെ മറ്റ് എല്ലാവരും ചേർന്ന് ഭഗവാനോട് പറഞ്ഞു, ഇതിനൊരു നിവർത്തി മാർഗം ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു തെറ്റ് കൃഷ്ണൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാവരെയും അറിയിക്കണമെന്ന്. ഭഗവാൻ പറഞ്ഞു, വിരോധമില്ല, നമുക്കിത് അന്വേഷിച്ചു പോകാം എന്ന്. അങ്ങനെ അദ്ദേഹം ഇത് അന്വേഷിച്ചു പോവാൻ തീരുമാനിച്ചു. അദ്ദേഹം ഇത് അന്വേഷിച്ചു പോകുന്ന സമയത്ത് കാട്ടിലൂടെ സഞ്ചരിച്ചു. കുറച്ചു ദൂരം പോയി കാട്ടിന്റെ ആ ഒരു അതിർത്തി കടന്ന് ഒരു വനാന്തര പ്രദേശത്ത് എത്തിയ സമയത്ത് പ്രസേനൻ മരിച്ചു കിടക്കുന്നു. പ്രസേനൻ മരിച്ചു കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയ മണിയൊന്നും കാണാനില്ല. ഇതിപ്പോ എങ്ങനെയാ മണി നഷ്ടപ്പെട്ടേന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ ചുറ്റും പരിശോധിച്ചു. ഇന്നത്തെ ഫോറൻസിക്കാര് പരിശോധിക്കണ പോലെയൊക്കെ പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ഒരു വന്യജീവിയുടെ ആക്രമണം കൊണ്ടാണെന്ന് മനസ്സിലായി. ആ വന്യജീവി സിംഹമാണ് എന്ന് മനസ്സിലായി. സിംഹത്തിന്റെ കാൽപ്പാടുകൾ പോകുന്നത് മനസ്സിലായി. ആ സിംഹത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ഭഗവാനും സംഘവും നീങ്ങാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് ആ സിംഹവും ചത്ത് കിടക്കുന്നുണ്ട്. അവിടെ സിംഹം ചത്ത് കിടക്കുന്നിടത്ത് മറ്റു കാൽപ്പാട് കാണാൻ തുടങ്ങി. അവിടെയും മണി കണ്ടില്ല. അപ്പോൾ ആ കാൽപ്പാടിനെ പിന്തുടർന്നുകൊണ്ട് ഭഗവാൻ നടന്ന് ഒരു ഗുഹാമുഖത്താണ് എത്തിയത്. ആ ഗുഹാമുഖത്ത് എത്തിയ ഭഗവാൻ വിചാരിച്ചു, എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഇവിടെ കാത്തു നിൽക്കൂ, ഗുഹയുടെ ഉള്ളിലെ എന്ത് അപകടമാണെന്നറിയില്ല, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഭഗവാൻ അകത്തേക്ക് പ്രവേശിച്ചു. ഭഗവാൻ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ടത് ഈ സ്യമന്തകമണി അതിൻ്റെ ആ ഒരു പ്രഭ, അതിൻ്റെ ആ ഒരു വെളിച്ചം കൊണ്ട് അതിലൊരു കൗതുകം തോന്നി ഒരു പെൺകിടാവ് അതിങ്ങനെ ഉരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടി കളിക്കുന്നതായിട്ടാണ് കണ്ടത്. ഭഗവാനെ ഇങ്ങോട്ട് കണ്ടതും ആ പെൺകിടാവിനെ ഭഗവാന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നാതെ നോക്കി നിന്നു എന്ന് മാത്രമല്ല, പക്ഷെ ഈ സ്യമന്തകം ഇങ്ങനെ തട്ടി കളിക്കുന്നുണ്ട് കേട്ടോ. സ്യമന്തകം ഇങ്ങനെ തട്ടി കളിക്കുന്ന സമയത്ത് എന്താ പറയാ, ഭഗവാനെ കണ്ടതും ഈ കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ സ്തബ്ധയായിട്ട് നോക്കി നിന്നു. ആ സമയത്ത് പെട്ടെന്ന് ഒരു മനുഷ്യനെ കണ്ട ആ ഒരു ഇതില് അച്ഛാ എന്ന് വിളിച്ച് ഉറക്കെ ആ കുട്ടി കരയാൻ തുടങ്ങി. ആ സമയത്ത് അകത്ത് നിന്ന് ഒരു വാർദ്ധക്യം ബാധിച്ച നമ്മുടെ ജാംബവാൻ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ജാംബവാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ പറയുക, ത്രേതായുഗത്തിലെ ശ്രീരാമദേവന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിലെ ജാംബവാനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ജാംബവാനാണ് ഹനുമാൻ സ്വാമിയെ ആ സമുദ്ര ലംഘനത്തിന് പ്രേരിപ്പിച്ചത് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ ജാംബവാന് അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അദ്ദേഹമാണെങ്കിലോ വളരെയധികം വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ട്. അപ്പോ മകള് പറഞ്ഞു, അച്ഛാ ഒരു മനുഷ്യൻ ഇതാ മുന്നിൽ കാണുന്നുണ്ട് എന്ന ആ രൂപമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പറഞ്ഞ സമയത്ത് ജാംബവാൻ ഒന്നും നോക്കിയില്ല, ഒറ്റ ഇടിയാ കൊടുത്തു. നല്ല ഊക്കില് ഒരു ഇടി. ഭഗവാൻ വിചാരിച്ചു,
തരക്കേടില്ല കേട്ടോ. ഇത്രയും പ്രായമായിട്ടും ഇദ്ദേഹത്തിന്റെ ഒരു ഇടി എനിക്ക് താങ്ങണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് എന്താ പറയാ ആലോചിക്കണം, അത്രയും ബുദ്ധിമുട്ടുണ്ട് എന്ന്. തിരിച്ചു കൊടുത്തു 2 അടി. അപ്പോൾ ജാമ്പവാൻ മറിഞ്ഞു വീണ ജാമ്പവാൻ എഴുന്നേറ്റ് വന്ന് വീണ്ടും ഇടിച്ചു, വീണ്ടും തിരിച്ചിടിച്ചു. ഇങ്ങനെ ഇടി നടക്കുമ്പോൾ അച്ഛൻ ഈ വന്ന പുരുഷനെ ഇടിക്കുന്നത് കാണുമ്പോൾ ജാമ്പവതിക്ക് മനസ്സിന് എന്തെന്നില്ലാത്ത സങ്കടമാണ് അത്രേ. ജാമ്പവാന്റെ പുത്രിനെയാണ് കേട്ടോ നേരത്തെ കണ്ട ആ ഒരു പെൺകിടാവ്. ജാമ്പവതിക്ക് എന്തെന്നില്ലാത്ത സങ്കടമാണ്. എന്നാൽ അച്ഛനെ തിരിച്ചടിക്കുമ്പോഴോ അയ്യോ എൻ്റെ അച്ഛനെ അടിക്കണ്ട എന്നുള്ള ആ ഒരു ഭാവവും. എന്തായാലും ചുരുക്കി പറഞ്ഞ ജാമ്പവതി കഷ്ടത്തിലായി കേട്ടോ. അപ്പോ ഈ സമയത്ത് ഗുഹാമുഖത്ത് നിന്നിരുന്ന ആളുകൾ ശ്രീകൃഷ്ണൻ ചിത്തപ്പേര് കാരണം ഗുഹ പ്രവേശം ചെയ്തു എന്ന രീതിയിലായി കഥകൾ. അങ്ങനെ ദ്വാരകയില് പ്രചരിക്കാൻ തുടങ്ങി. അങ്ങനെ ദ്വാരകയിലെത്തി പറഞ്ഞപ്പോൾ എല്ലാവർക്കും വിഷമായി. ഭഗവാൻ തിരിച്ചു വരാൻ വേണ്ടി അവരെ ഭദ്രകാളിയെ ഉപാസിച്ചു എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ജാമ്പവാനും ഭഗവാനും തമ്മിലുള്ള ദ്വന്ദ്വ യുദ്ധം 27 ദിവസത്തോളം നീണ്ടു നിന്നുത്രേ. ആ 27 ദിവസം കഴിഞ്ഞപ്പോഴാണ് ജാമ്പവാന് തോന്നിയത് എൻ്റെ ഒരു ഇടിക്ക് ഒരു സിംഹം ചത്തു വീഴും, അത്രയ്ക്ക് ശക്തിയുള്ള എൻ്റെ ഇടി ഇത്രയധികം ദിവസങ്ങൾ ഒരു അണമുറിയാതെ ഞാൻ ഇടിച്ചിട്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിൽക്കണമെങ്കിൽ ഈ വന്നിരിക്കുന്നത് ആരാണ് എന്ന് അദ്ദേഹത്തിന്റെ എന്താ വെച്ചാൽ അദ്ദേഹം കണ്ണൊക്കെ അദ്ദേഹത്തിന്റെ വാർദ്ധക്യം കാരണം പുരികൊക്കെ ഇങ്ങനെ താഴ്ന്നിട്ടുണ്ടായിരുന്നു. കണ്ണടച്ചിട്ടാണ് അദ്ദേഹം ഇടിക്കുന്നത്. കണ്ണ് തുറക്കണമെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം പുരുകമൊക്കെ ഒന്നിങ്ങനെ കയറ്റി വെക്കണം, എന്നാലേ അദ്ദേഹത്തിന് കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പുരുകമൊക്കെ അദ്ദേഹം ഇങ്ങനെ കയറ്റി വെച്ചിട്ട് കണ്ണ് തുറന്ന് അങ്ങോട്ട് നോക്കുമ്പോഴാണ് മുന്നിൽ ശ്രീരാമസ്വാമിയെ കാണാൻ സാധിച്ചത്. അദ്ദേഹം നിലത്ത് വീണ് കിടന്ന് ഉരുണ്ട് കരയാൻ തുടങ്ങിയിട്ടോ. എൻ്റെ പ്രഭുവിനെയാണോ ഞാൻ ഇത്ര നേരം ഇത്രയധികം അടിച്ചത് ചോദിച്ചിട്ട് അദ്ദേഹത്തിന്റെ സങ്കടം സഹിക്കാൻ വയ്യാണ്ട് അദ്ദേഹം നിലത്ത് വീണ് കിടന്ന് ഉരുളുകയാണ്. അദ്ദേഹത്തിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, എന്തിനാണ് അങ്ങ് സങ്കടപ്പെടുന്നത്? അങ്ങയുടെ ഈ ഒരു പുഷ്പാഞ്ജലി പോലെയാണ് ഞാൻ ഈ ഇടിയെ എല്ലാം സ്വീകരിച്ചത്. ഞാൻ പ്രസാദമായിട്ട് അങ്ങോട്ടും ഇടിച്ചുല്ലോ, അപ്പോൾ അതെന്തിനാ ആലോചിക്കണേ എന്ന് ചോദിച്ചു. എന്നാലും അങ്ങേക്കൊരു വാക്ക് പറയാമായിരുന്നു, ഞാൻ ശ്രീരാമദേവനാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ദുസ്സാഹസം കാണിക്കില്ലായിരുന്നു എന്നായി ജാമ്പവാൻ. ഇത് പറഞ്ഞ സമയത്ത് ഭഗവാൻ പറഞ്ഞു, അങ്ങനെയൊന്നും വിചാരിക്കാനില്ല ജാമ്പവാൻ. ജാമ്പവാന്റെ പുത്രിയെ സ്വീകരിക്കാനാണ് ഞാൻ വന്നത്. യുഗം മാറി, ത്രേതായുഗം മാറി, ദ്വാപരയുഗമായി, ശ്രീരാമൻ മാറി, ഞാൻ ശ്രീകൃഷ്ണനായി. ഈ ശ്രീകൃഷ്ണ അവതാരത്തിൽ ഞാൻ ജാമ്പവതിയെ സ്വീകരിച്ചു കൊള്ളാം എന്നൊരു വാക്ക് പറഞ്ഞിരുന്നില്ലേ എന്ന്. ആ കഥ എന്താണെന്നറിയോ? ജാമ്പവാന് ശ്രീരാമന്റെ ബാഹുപരാക്രമം കണ്ടിട്ട് രാമബാണം ലക്ഷ്യഭേദകം എന്ന് കേട്ടിട്ടില്ലേ? ലക്ഷ്യത്തെത്താതെ രാമന്റെ ഒരു ബാണം പോലും തിരിച്ചു വരില്ല എന്ന്. അത്രയ്ക്ക് ഷാർപ്പായിട്ടുള്ള യുദ്ധത്തിലുള്ള നിപുണത കണ്ടപ്പോൾ എൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കണം എന്നൊരാഗ്രഹം ഈ ജാമ്പവാന് തോന്നിയിത്രേ. ആ സമയത്ത് ജാമ്പവാനോട് പറഞ്ഞു ശ്രീരാമദേവൻ, ഞാൻ ഏകപത്നി വ്രതത്തിലാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സ്വീകരിക്കാൻ നിവർത്തിയില്ല. അപ്പൊ എന്ത് ചെയ്യണമെങ്കിൽ അങ്ങ് കാത്തിരുന്നാൽ ഞാൻ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനായി വരുന്ന സമയത്ത് അങ്ങയുടെ മകളെ സ്വീകരിക്കാമെന്ന്. ജാമ്പവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകൾക്ക് ഇപ്പോഴാണ് വിവാഹപ്രായം. ഈ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന അവളെ ഇന്ന് സ്വീകരിച്ചില്ലെങ്കിൽ എന്തെങ്കിലും സ്വീകരിച്ചിട്ട് എന്താ കാര്യമുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീരാമദേവൻ കാലം പ്രവേശിക്കാത്ത ഒരു ഗുഹയിലേക്ക് കടന്നോളാൻ പറഞ്ഞു ജാമ്പവാനോട്. ഈ ഗുഹയുടെ അകത്ത് താമസിച്ചോളൂ, ഇവിടെ കാലം പ്രവേശിക്കില്ല, അതുകൊണ്ട് തന്നെ മകൾക്ക് ഇപ്പോൾ എത്രയാണോ വയസ്സ് അതേ വയസ്സിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണത്രേ ജാമ്പവാൻ ആ ഒരു ഗുഹാപ്രവേശം ചെയ്തത്. ആ ഗുഹയിലേക്കാണ് ഭഗവാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്, ജാമ്പവതിയെ സ്വീകരിക്കാനാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു, എൻ്റെ ബാഹുപരാക്രമം കണ്ടിട്ടല്ലേ അങ്ങ് പറഞ്ഞത് എനിക്ക് മകളെ വിവാഹം ചെയ്ത് തരാമെന്ന്. ആ ബാഹുപരാക്രമത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നറിയിക്കാൻ ഇതിലും നല്ല മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് ഈ അടിയും ഇടിയും ഒക്കെ ചെയ്യേണ്ടി വന്നത് എന്ന്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ആ ജാമ്പവതിയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു അത്രേ, എന്നാൽ ഇനി എനിക്ക് ആ മണി കൂടി തന്നോളൂ എന്ന്. ജാമ്പവാൻ ചോദിച്ചു, ഇതോ? ഈ മണിയോ? ഇതുകൊണ്ട് എന്താ കാര്യമുള്ളതെന്ന്. ഇപ്പോഴൊക്കെ കന്യകകളെ മാത്രമല്ല, കന്യാദാനത്തിന്റെ കൂടെ കുറച്ച് ശ്രീധനം കൂടി തരാറുണ്ട്, അതുകൊണ്ട് അതിങ്ങോട്ട് തന്നോളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. ജാമ്പവാൻ പിന്നെയും ഈ മണി തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് എന്താ കാര്യമുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദ്വാരകയിലെ ഇതിന്റെ പേരില്
അനേകം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ എനിക്ക് ചീത്തപ്പേര് വരെ ഉണ്ട് എന്ന് പറഞ്ഞതും ജാംബവാൻ ഇങ്ങോട്ട് സടകുടഞ്ഞ് എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, ആരാണ് എൻ്റെ ഭഗവാനെ പറ്റി, എൻ്റെ പ്രഭുവിനെ പറ്റി ആരാണ് മോശം പറയണത്? ഞാൻ വരാം എന്ന്. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, ഈ ഒരു മണി മാത്രം എനിക്ക് തന്നാൽ മതി, ഒപ്പം ജാമ്പവതിയെയും ഞാൻ സ്വീകരിച്ചു കൊള്ളാം. ഈ മണി അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ജാമ്പവതിയെയും മണിയെയും സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ തിരിച്ച് ദ്വാരകയിലേക്ക് എഴുന്നള്ളി. എന്നിട്ട് സത്രാജിത്തിനെ വിളിച്ച് ഈ സ്യമന്തകമണി നൽകി. അപ്പോൾ ഭഗവാൻ രുക്മിണിയായി, ജാമ്പവതിയായി. ആ സമയത്ത് സത്രാജിത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നിവർത്തിയില്ലാത്ത ആളായി പോയി. എന്താ, സത്രാജിത്ത് കഷ്ടപ്പെട്ട് കുറെ പണമൊക്കെ നേടി ആൾക്കാരുടെ ഇടയിൽ വിലയും നിലയൊക്കെ ഉണ്ടാക്കാൻ നടന്നതാണല്ലോ. ഇപ്പൊ സത്രാജിത്ത് പുറത്തിറങ്ങി നടക്കുമ്പോ എന്താണെന്നറിയോ ദ്വാരകാ നിവാസികൾ പറയണത്? ഇദ്ദേഹത്തിനെ അറിയില്ലേ, ഇദ്ദേഹമാണ് നമ്മുടെ ശ്രീകൃഷ്ണനെ കുറിച്ച് മോശം പറഞ്ഞ് നടന്നില്ലേ, സ്യമന്തകമണി കട്ടു എന്നൊക്കെ പറഞ്ഞ് ആർക്ക് വേണം ഇദ്ദേഹത്തിന്റെ സ്യമന്തകമണി? അതും ആ ശ്രീകൃഷ്ണ ഭഗവാന് ഈ ദ്വാരക നിർമ്മിച്ച ദ്വാരകാധീശനാണോ ഒരു മണി കിട്ടിയിട്ട് ജീവിക്കേണ്ടത്? എന്തൊക്കെ വർത്താനാ പറഞ്ഞാലേ? ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. നടന്ന് പുറത്തങ്ങോട്ട് ഇറങ്ങിയാൽ തിരിച്ചിങ്ങോട്ട് കയറുന്നത് വരെ എല്ലാവരും സത്രാജിത്തിനെ കളിയാക്കാൻ തുടങ്ങി, ശ്രീകൃഷ്ണനെ കുറിച്ച് മോശം പറഞ്ഞ വ്യക്തി എന്ന നിലയിൽ. ഈ സമയത്ത് സത്രാജിത്ത് വല്ലാതെ സങ്കടത്തോടുകൂടി വീടിനകത്ത് അടച്ചിരിക്കാൻ തുടങ്ങി. ആ സമയത്ത് സത്രാജിത്തിന്റെ മകളായ സത്യഭാമ വന്നിട്ട് അച്ഛനോട് സംസാരിച്ചു. അച്ഛാ, എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യുക, ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നില്ലേ എനിക്ക് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങോട്ടും പരിഭ്രമിക്കണ്ട. ആ ജാമ്പവതിയുടെ അച്ഛൻ ജാമ്പവാൻ ഭഗവാനെ 27 ദിവസം, 28ാമത്തെ ദിവസം വരെ ദ്വന്ദ്വയുദ്ധം അടിച്ചു എന്ന് കേട്ടിട്ടില്ലേ? ഇന്ന് ആരെങ്കിലും ജാമ്പവാനെ പറ്റി എന്തെങ്കിലും ഒരു മോശം പറയാൻ ധൈര്യം കാണിക്കൂ? എന്താ ധൈര്യം കാണിക്കാത്തതിന്റെ കാരണം? ആ കാരണമൊക്കെ അച്ഛനും ഉണ്ടാക്കാവുന്നതല്ലേ എന്ന്. ഇന്ന് ജാമ്പവാനെ കുറിച്ച് ആരെങ്കിലും മോശം പറഞ്ഞാലോ? ഭഗവാന്റെ ഭാര്യാപിതാവാണ് ജാമ്പവാൻ. അപ്പൊ ആരെങ്കിലും മോശം പറയൂ? ആ നിലയൊക്കെ വേണമെങ്കിൽ അച്ഛനും ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അച്ഛനും വലിയ ഒരു മകള് കൊണ്ടുപോയി കൊടുത്തൂടെ ശ്രീകൃഷ്ണന് എന്ന് തന്നെയാ ചോദിച്ചതിന്റെ അർത്ഥേ. ഉടനെ സത്രാജിത്ത് മകളെയും കൂട്ടി നേരെ ചെന്നു ദ്വാരകാധീശന്റെ കൊട്ടാരത്തിലേക്ക്. അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങ് ഈ സ്യമന്തകമണി ഇവിടെ സ്വീകരിക്കണം, ഒപ്പം എൻ്റെ കന്യകാരത്നമായ എൻ്റെയും മകളെയും കൂടി അങ്ങ് സ്വീകരിക്കണം, അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, സ്യമന്തകമൊക്കെ വെക്കാൻ നല്ലത് സത്രാജിത്തിന്റെ കൊട്ടാരം തന്നെയാണ്, അവിടെ ഇരുന്നോട്ടെ. എന്നാൽ സത്രാജിത്തിന്റെ കന്യകാരത്നത്തിനെ അവളെ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു അത്രേ ഭഗവാൻ. അങ്ങനെ ഭഗവാൻ ആ സത്യഭാമയെ കൂടി സ്വീകരിച്ചു എന്നതാണ് കഥ. സ്യമന്തകത്തിന്റെ കഥ പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും തൽക്കാലം സ്യമന്തകത്തിന്റെ കഥ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഭഗവാന്റെ ആ 2 വിവാഹങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു, സെമന്തകമണിയുടെ കഥയും കേൾക്കാൻ സാധിച്ചു അല്ലേ. ഇനി ഞാൻ വേറൊരു രഹസ്യം പറയാട്ടോ. മുത്തശ്ശിമാര് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഈ സ്യമന്തകമണി ഉണ്ടല്ലോ, ഈ ഗുരുവായൂര് ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ അറിയില്ല കേട്ടോ, ആരും കണ്ടവരില്ല. രഹസ്യങ്ങളൊക്കെ രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കട്ടെ. പക്ഷെ എന്നാലും ഇവിടെ 8 ഭാരം സ്വർണം എന്നും വരും എന്ന സ്ഥലം തന്നെയല്ലേ നമ്മുടെ ഗുരുവായൂരപ്പന്റെ ഗുരുവായൂരമ്പലം. അപ്പൊ ഇവിടെ സ്യമന്തകമണി മാത്രല്ല കേട്ടോ, ഇവിടെ രാധാദേവി ഉണ്ട്, നാരദ മഹർഷിയുണ്ട്, എല്ലാവരും, ഭഗവാന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഈ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ തന്നെയുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇനിയും 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 ഒരുപാട് തവണ വന്ന് ഗുരുവായൂരപ്പനെ കാണാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലെ. സൗമ്യ അനന്തകൃഷ്ണ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത, ഞാൻ ഒരാളെ ഒരുപാട് സ്നേഹിച്ചു, പാടില്ല എന്ന് തോന്നിയിട്ടും സ്നേഹം കിട്ടി തുടങ്ങിയപ്പോൾ വേണ്ടെന്ന് വെക്കാൻ തോന്നിയില്ല. എന്നാൽ ലൈഫ് ലോങ് എന്ന് പറഞ്ഞു തുടങ്ങിയ ആ ബന്ധം ഇന്ന് സുഖമാണോ എന്നൊരു അന്വേഷണം പോലും ഇല്ലാത്ത രീതിയിൽ എന്നിൽ നിന്ന് അകന്നു കഴിഞ്ഞു. മുൻപൊക്കെ ഒരുപാട് യാചിച്ചു പുറകെ പോയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ അർത്ഥമില്ലെന്ന് തോന്നിയപ്പോൾ സ്വയം ഉരുകി ജീവിക്കുന്നു ഒറ്റയ്ക്ക്. ഒരുപാട് സ്നേഹിച്ച മനുഷ്യർ പോലും അവരുടെ ജീവിതത്തിൽ നിലനിർത്താനുള്ള യോഗ്യത എനിക്കില്ല എന്ന് തോന്നിപ്പിക്കുമ്പോൾ യോഗേശ്വരനായ ആ ഭഗവാൻ എന്നെ സ്നേഹിക്കാനുള്ള യോഗ്യത എനിക്ക് ഉണ്ടാവില്ല അല്ലേ സവിതേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാ ഇങ്ങനെയൊക്കെ പറയണേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം ആ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകാത്തവരായിട്ട് ഇന്നത്തെ കാലത്ത് ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം ദൂരെയൊന്നുമല്ലാതെ എനിക്കും സംഭവിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു എന്താ പറയാ സ്നേഹിക്കപ്പെട്ട്
അത് വേണ്ടാന്ന് വെക്കുമ്പോഴത്തെ ഒരു വിഷമം. ഈ സ്നേഹിക്കപ്പെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുക, ഒരു ആൺകുട്ടി പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ഒരു കാമുകൻ കാമുകിയെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ പടിയിറങ്ങി പോകുന്നു. ഇത് മാത്രല്ല കേട്ടോ, ഏത് ബന്ധത്തിലും വരാം അങ്ങനെ. എന്താ പറയാ, സഹോദരി സ്ഥാനത്ത് കാണുന്നു എന്ന് പറയാം, അങ്ങനെ പറഞ്ഞിട്ട് സ്നേഹിക്കുന്നു എന്ന് പറയാം, വിശ്വസിപ്പിക്കാം, സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാം. വിശ്വസിച്ച് നമ്മൾ വിഡ്ഢികളാവുന്ന അനേകം അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും. ഒരു നിമിഷം നമ്മൾ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഭഗവാൻ നമ്മളുടെ മനസ്സിലേക്കൊരു വെളിച്ചം കൊണ്ടുവന്ന് തരും. ഈ കാണുന്നതെല്ലാം തെറ്റാണ് എന്ന് ഭഗവാൻ നമ്മളെ മനസ്സിലാക്കിപ്പിച്ച് തരുന്ന ഒരു ദിവസം ഉണ്ടാവും. കുട്ടി പറഞ്ഞില്ലേ, പിന്നാലെ നടന്നിരുന്നു, യാചിച്ച് നടന്നിരുന്നു എന്ന്. ഇപ്പൊ എങ്ങനെയാ കുട്ടിക്ക് അങ്ങനെ വേണ്ടാന്ന് തോന്നുന്നത്? അത് വെറുതെ തോന്നണതൊന്നുമല്ല, ഗുരുവായൂരപ്പൻ തോന്നിപ്പിക്കുന്നതാണ്. ഇനി നീ അവന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലിരുന്ന ഒരാൾ പറഞ്ഞില്ലേ, അത് സാക്ഷാൽ യോഗേശ്വരനായ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഈ അടുത്ത കാലത്ത് ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലിങ്ങനെ പറയുന്നുണ്ട്, ഭഗവാനോട് ചോദിക്കുകയാണ്, ഇടയ്ക്ക് എനിക്ക് തനിച്ചായ പോലെ തോന്നുന്നു ഭഗവാനെ, എന്താണ് അങ്ങനെ എനിക്ക് തോന്നാൻ കാരണം എന്ന്. ഉടനെ ഭഗവാൻ പറയുന്നുണ്ട്, നീ തനിച്ചായി എന്ന് തോന്നുന്ന സമയത്തല്ലേ നീ എന്നെ വിളിച്ചത്, എനിക്കുള്ള സമയമാണത്. നിന്നിൽ ആരുമില്ല അവശേഷിച്ചിട്ട് എന്നറിയുന്ന സമയത്ത് നീ എൻ്റെ അടുത്തേക്കല്ലേ വരുന്നത്, നിനക്ക് ഞാനില്ലേ എന്ന് ചോദിക്കുന്ന ഒരു റീൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നിനക്ക് ഞാനില്ലേ എന്ന് ഭഗവാൻ ചോദിക്കുന്നുണ്ട് കുട്ടിയോട്. യോഗേശ്വരനായ ശ്രീ ഗുരുവായൂരപ്പന് നമ്മളെ സ്നേഹിക്കാൻ എന്ത് യോഗ്യതയാണ് നമ്മൾ നേടേണ്ടത് എന്ന് ചോദിച്ചാൽ, ശുദ്ധമായൊരു മനസ്സ് മാത്രം മതി നമുക്ക്. വേറെ യാതൊന്നും ഭഗവാന് വേണ്ട. ധനസ്ഥിതിയുള്ള ഒരാളെ മാത്രമേ ഭഗവാൻ സ്വീകരിക്കുള്ളൂ എന്ന് തോന്നുന്ന അനേകം പേരുണ്ട് നമ്മുടെ ഇടയിൽ. വെറുതെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കുചേലനെയും ഭഗവാൻ അനുഗ്രഹിക്കില്ല. സൗന്ദര്യമുള്ളവരെ മാത്രമേ ഭഗവാൻ സ്വീകരിക്കുള്ളൂ. ആ ഗുരുവായൂരമ്പലത്തിൽ നല്ല സുന്ദരികളായിട്ടുള്ള എത്ര സ്ത്രീകളാ അതിലൂടെയും ഇതിലൂടെയും കടന്നു തൊഴുന്നത്. അതല്ല ഭഗവാന്റെ സ്വീകരണം. അങ്ങനെയെങ്കിൽ ഒരു കുബ്ജയെയും ഭഗവാൻ സ്വീകരിക്കില്ലായിരുന്നു. നല്ലോണം പഠിച്ചിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ മാത്രമേ ഭഗവാൻ സ്വീകരിക്കുള്ളൂ എന്ന് എവിടെയും ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഭഗവാന് വേണ്ടത് ശുദ്ധമായ മനസ്സ് മാത്രമാണ് കേട്ടോ. അങ്ങനെ അല്ലാത്തവർക്ക് അനുഗ്രഹം കിട്ടുന്നില്ലേ? തീർച്ചയായിട്ടും അനുഗ്രഹമൊക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷെ ഭഗവാന്റെ സ്വന്തമാക്കാൻ കുറച്ച് യോഗ്യതകൾ എന്തായാലും വേണം നമുക്ക്. ആ ഒരു യോഗ്യത ഉള്ള ആൾക്കാരെ ആരാണ് എന്ന് കുട്ടിയുടെ ചോദ്യം ഉണ്ടല്ലോ. കുട്ടി ഉറപ്പായിട്ടും ഗുരുവായൂരപ്പന്റെ സ്നേഹം ഏറ്റുവാങ്ങാൻ യോഗ്യതയുള്ള ആള് തന്നെയാണ്. അതുകൊണ്ടാണ് ആ സ്നേഹം പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കരുതി വിട്ട് കളയാൻ പറ്റുന്നത്. ഞാനും ഇങ്ങനെ വളരെയധികം വിഷമത്തോട് കൂടിയിട്ടായിരുന്നു ഈ ഒരു കാലഘട്ടത്തിനെ തരണം ചെയ്തത്. അയ്യോ, എനിക്കിങ്ങനെ സംഭവിച്ചുല്ലോ, ഞാനിങ്ങനെ ബ്ലൈൻഡ് ആയി പോയല്ലോ, ഭഗവാൻ എന്നെ ചതിച്ചല്ലോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത നിറച്ചു തന്നത് എൻ്റെ ഭർത്താവ് തന്നെയാട്ടോ. മനുവേട്ടൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്, ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ശ്രീ ഗുരുവായൂരപ്പൻ തൻ്റെ കണ്ണിൽ ഇപ്പോഴും ആ ഒരു ഇരുട്ട് തന്നെ തന്നേനെ. തനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് അത് അങ്ങനെയല്ല. അവരെ സ്നേഹത്തിന്റെ പേരിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം വെച്ച് വരുന്നവരാണ്. സ്നേഹം അല്ല അവിടെയുള്ളത്. തന്നെ അവര് യൂട്ടിലൈസ് ചെയ്യാണ്, അതിൽ നിന്ന് പിന്മാറൂ എന്ന് പറഞ്ഞ് തൻ്റെ ഉള്ളിൽ നിന്ന് ആ പിന്മാറൂ എന്ന ആ വിളി വന്നില്ലേ, അത് ഭഗവാൻ തരുന്നതാണ്. ഒരിക്കലും അതിനെ നിരാകരിക്കരുത് എന്ന്. കുട്ടി ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. യോഗേശ്വരനായ ശ്രീ ഗുരുവായൂരപ്പൻ ഉറപ്പായിട്ടും കുട്ടിയെ ചേർത്ത് നിർത്തുന്നുണ്ട്. ആ ചേർത്ത് നിർത്തലിന്റെ ഭാഗമാണ് സൗമ്യ. ഇപ്പോഴത്തെ സൗമ്യയുടെ ഈ തനിച്ചായി എന്ന തോന്നൽ. തനിച്ചല്ല. ആ വലത് കൈ ഒന്ന് നീട്ടിപ്പിടിച്ചു നോക്കൂ, അവിടെ ഒരു ഇടത് കൈ വന്ന് വീഴും. ഭഗവാന്റെ ആണത്. മുറുകെ പിടിച്ചോളൂ, മുറുക്കി പിടിച്ചോളൂ. ജീവിതത്തിൽ ഒരിക്കലും വിട്ടുകളയരുത്. ഇനി ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും നമുക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഓൾവേസ് ഉണ്ട്. ഈ ജന്മത്തിലല്ല കേട്ടോ, ഇനി വരുന്ന എല്ലാ ജന്മങ്ങളിലും ശ്രീ ഗുരുവായൂരപ്പൻ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ. സന്തോഷമായിട്ടിരിക്കണം, സങ്കടപ്പെടാനേ പാടില്ല. അടുത്തതായിട്ട്
ഒരുപാട് ചോദ്യമുണ്ട്. പക്ഷെ ഒരുപാട് നേരം വൈകി എന്നുള്ളത് കൊണ്ട് ഞാൻ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ നാളെ പറഞ്ഞാൽ മതിയോ? നാളെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കൊണ്ടുവരാം. കുഞ്ഞു കഥയായിട്ട് കൊണ്ടുവരാം. സീമന്തകത്തിന്റെ കഥ വളരെ വലുതായി പോയി. അതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് രാവിലത്തെ ഉണ്ണികൃഷ്ണന്റെ അലങ്കാരം പറയണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയും എനിക്ക് കൊള്ളിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് എല്ലാം കൂടിക്കൊണ്ട് ഞാൻ നാളെ വരാമെന്ന് വിചാരിക്കുന്നു. സർവ്വലോക വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.